മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മാർക്കോനെ കാണാനായിട്ട് ICUയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ICUയിൽ കിടക്കുന്ന മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ കിടക്കുന്നതെന്നും എന്നെ സഹായിക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ അപകടം ഉണ്ടായതെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട്, അതൊന്നുമില്ല സാറേ, എന്താണെങ്കിലും വരേണ്ടത് എപ്പോഴാണെങ്കിലും വരും, അത് ദൈവനിശ്ചയമാണെന്നെല്ലാം മാർക്ക് കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, കുറച്ച് പൈസ ഞാൻ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട്, ഇനിയുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കണമെന്നെല്ലാം പറയുമ്പോൾ എനിക്കിവിടെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് സാറേ എന്നെല്ലാം പറയുകയാണ്. അതൊന്നും സാരമില്ല, നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി പൈസ വേണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ ആ പൈസ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് മഹിയുടെ അടുത്ത് പോകാനായിട്ട് ഒരുങ്ങി വരികയാണ് മോഹിനി. അങ്ങനെ മോഹിനിയെ കാണുന്നതും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാടി ഒരുങ്ങിക്കെട്ടി പോകുന്നെന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ മോളെ കാണാനായിട്ട് ഞാൻ പോകുകയാണെന്നെല്ലാം മോഹിനി പറയുമ്പോഴേക്കും, നീ ഏത് മോളെ കാണാൻ പോകുന്നത്, അവളെ കാണേണ്ട ആവശ്യം എന്തിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുകയാണ്. എൻ്റെ മോൾ ഗർഭിണിയായിട്ടിരിക്കുകയാണ്, അവളെ പോയി കാണുകയും അവൾക്ക് വേണ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞ് അവൾക്ക് ജനിക്കുന്നത് എനിക്ക് കാണണം എന്നെല്ലാം പറയുമ്പോൾ, നിൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാവോടി, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതൊന്നും പറയാൻ അമ്മ ആളായിട്ടില്ല, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ പോകുമെന്നെല്ലാം പറയാണ്. അത് കേട്ടുകൊണ്ട് വരുന്ന പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ധിക്കരിച്ചുകൊണ്ട് അവൾ പോകാൻ ഒരുങ്ങാണെന്നെല്ലാം പറയുകയാണ്. അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ഇനി ചെയ്താൽ മതി, അമ്മ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ മകളെ കാണാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് പറയാണ്. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം, നിങ്ങൾക്ക് ഇവിടെ ഉള്ള പോലെ തന്നെ എനിക്കും ഈ വീട്ടിൽ അവകാശമുണ്ടെന്നെല്ലാം മോഹിനിയാണെങ്കിൽ തുറന്നടിക്കുമ്പോൾ ഇത് കേട്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയും പ്രതാപനും കൂടെ മോഹിനിയെ പിടിച്ച് തള്ളി അകത്ത മുറിയിൽ കൊണ്ടേ പൂട്ടിയിടാനായിട്ട് പോവുകയാണ്. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളെ ഇനി വെറുതെ വിടരുത് പ്രതാപ, ഇവളെ തല്ലി ചതച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലക്കിരുത്തണം, ഇത്രയും നാൾ നമ്മളെയാണ് ഇവൾ മൂലക്കിരുത്തിയിരുന്നത്, ഇനി അത് പറ്റില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, വാതിലടിച്ച് നീ ഇവളെ ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ പുറത്തോട്ട് പോകുന്നു. പ്രതാപൻ ഈ സമയം നമ്മുടെ മോഹിനിയെ തല്ലി ചതയ്ക്കുന്നുണ്ട്. ഇത് കേട്ട് മോഹിനിയുടെ കരച്ചിൽ കേട്ട് ആസ്വദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയും. പിന്നീട് അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുന്ന മഹിയെയും ലേഖയുമാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ ആത്മാർത്ഥമായിട്ട് തന്നെ മാർക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന മഹിയോടായിട്ട് പൂജാരി പറയുന്നുണ്ട്, മാർക്കണ്ഡേയന് വേണ്ടി എല്ലാ പൂജകളും ചെയ്തിട്ടുണ്ട്, ഇനി യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല എന്ന് മഹിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇവരെല്ലാവരും പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവരെ കാണാൻ വേണ്ടി തന്നെ മോഹിനി പുറത്തിരിക്കുകയാണ്. അങ്ങനെ മോഹിനിയെ കാണുന്നതും മഹിയാണെങ്കിൽ ഓടി വരുന്നുണ്ട്. അമ്മ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മഹി ഓടി വരുമ്പോൾ മഹിയെ കാണുന്നതും അമ്മയ്ക്ക് നിയന്ത്രണം വിട്ടുപോയി മഹിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ കരയാണ്. ഇത് കണ്ട് മഹിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ അമ്മയെ പറ്റിയത്, അമ്മയുടെ ചുണ്ടും മുഖവും എല്ലാം എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ ചെയ്തിട്ടുള്ള കൊടും ക്രൂരതകളും എല്ലാം മഹിയോടായിട്ട് പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ഞെട്ടിത്തരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് കണ്ടിട്ട്, ഇനി ഒരിക്കലും അമ്മ അങ്ങോട്ട് തിരിച്ച് പോകണ്ട, അമ്മയോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വരണമെന്ന്, ഇനി ഒരിക്കലും അമ്മ അങ്ങോട്ട് പോകരുത്, എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി എന്നെല്ലാം മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അമ്പലമുറ്റത്ത് വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, ഇതിന് ഞാൻ വെറുതെ വിടില്ല, ഇതിനവർ തക്ക ശിക്ഷ തന്നെ ഞാൻ അവർക്ക് കൊടുക്കുമെന്നെല്ലാം മഹിയാണെങ്കിൽ ദൃഢനിശ്ചയം എടുക്കുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, മോൾ എന്താണ് അവരെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേ അതൊന്നും അമ്മ അറിയേണ്ട, അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നെല്ലാം മഹി പറയുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവർക്കിതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇനി ഇവർ ചെയ്യാതിരിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് അമ്മയുടെ മേലിങ്ങനെ ഒരു ക്രൂരത അവർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേട്ട് മോഹിനിക്കും മഹിക്കും വളരെ സന്തോഷമാകുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമെടുക്കണമെന്നെല്ലാം ലേഖയും അനന്തവും പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ഭയമാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മൾ ചെയ്തത് കുറച്ച് ക്രൂരതയായി പോയടാ, അതുകൊണ്ടാണല്ലോ അവളെ പോയിട്ട് കാണാത്തതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിലപിക്കുമ്പോൾ എനിക്കാണെങ്കിൽ എന്തോ എല്ലാം പേടിയാകുന്നുണ്ട്. ഇത് കേട്ട് പ്രതാപം പറയുന്നുണ്ട്, അമ്മ ഒന്ന് വെറുതെ ഇരിക്കുക, അവൾ എന്ത് ചെയ്യാനാണെന്ന് പറയുകയാണ്, ഇനി എന്ത് പറഞ്ഞാലും കണ്ണനൊന്നും വിശ്വസിക്കില്ല, അതുകൊണ്ട് നമുക്കൊന്നും കൊണ്ടും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും എനിക്കൊരു പേടി ഉണ്ടാകുന്നടാ എന്നെല്ലാം പറയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നത് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അതേ പോലീസ് ജീപ്പ് വരുന്നു, നമ്മൾ എന്താണോ പേടിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അതേസമയം പ്രതാപനാണെങ്കിൽ പോലീസിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ പ്രശ്നം, എന്താണ് നിങ്ങളിവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം, നിങ്ങളുടെ അമ്മ എവിടെ, അവരെ പോയി പിടിച്ചോണ്ട് പോയെന്ന് വനിതാ പോലീസിനോട് പറയുന്നുണ്ട്.
മുത്തശ്ശിയാണെങ്കിൽ പിറകിലത്തെ വാതിൽ തുറന്നുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വനിതാ പോലീസുകാർ എത്തുന്നുണ്ടെങ്കിലും മുത്തശ്ശിയാണെങ്കിൽ ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് വനിതാ പോലീസുകാർ പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കിടന്നലറുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണേ, എനിക്കൊന്നും അറിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കിടന്ന് കരയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് വാതള്ളേ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരാണെങ്കിൽ അവരെ പുറത്തോട്ട് വലിച്ചിറക്കി കൊണ്ടുവരുന്നു. പിന്നീട് ലോക്കപ്പിലെത്തിക്കുകയാണ് മുത്തശ്ശിയെയും പ്രതാപനെയും. അങ്ങനെ അവരെ രണ്ടുപേരെയും ലോക്കപ്പിലിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതാപനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് പോലീസുകാരെ. അങ്ങനെ ആ അടിയുടെ ആഘാതത്തിൽ പ്രതാപനാണെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് പോലീസിനോട്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിക്കും നല്ല ഒരു ശിക്ഷ തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്ന. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.